നമസ്കാരം. കുട്ടിപ്രായത്ത് അരച്ചാൺ വയറിന് വേണ്ടി പട്ടിണി കിടന്നിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഇന്ന് കേരളത്തിൻ്റെ പെൺപുലിയാണ്. തീപ്പൊരി പ്രാസംഗികയാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാവാണ്. അത് രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ ആണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അവരോട് പ്രത്യേക താല്പര്യമാണ് കേരളത്തിലെ ജനങ്ങൾക്ക്. അതിന് കാരണം അവർ BJPയിൽ ഒതുക്കപ്പെട്ടവളാണ്. ഓരോ തവണയും ഒതുക്കപ്പെടുമ്പോഴും വീണ്ടും വീണ്ടും വളർന്ന് ഉയരുകയാണ് അവർ സ്ഥിരമായി ചെയ്യാറ്. എല്ലാ ചങ്ങലപ്പൂട്ടുകളും തട്ടിത്തെറിപ്പിച്ച് അവർ അതിനെയെല്ലാം മറികടക്കും. കഴിഞ്ഞകാല ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം അവഗണിക്കപ്പെട്ട മറ്റൊരു നേതാവുണ്ടോ എന്ന് സംശയമാണ്. ഇപ്പോഴിതാ ഈ കേന്ദ്ര BJP പ്രഖ്യാപിച്ച കേരളത്തിലെ 12 പേരുടെ ലിസ്റ്റിൽ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ വന്നിരിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം, ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ നിന്ന് 2,85,000 വോട്ട് പിടിച്ച് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ അവിടുത്തെ ജനങ്ങൾ അവിടെ നിൽക്കണം എന്നുള്ള ആഗ്രഹിച്ചതാണ്. അവിടുത്തെ BJPയിൽ ഇപ്പോഴും പൊട്ടിത്തെറി നടക്കുകയാണ് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാത്തത് കൊണ്ട്. അവിടെയുള്ള BJP പല കൗൺസിലർമാരടക്കം രാജിവെച്ച് കോൺഗ്രസിലേക്കും CPMലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം അവർക്ക് മുരളീധരനെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കേന്ദ്രമന്ത്രിയായിട്ടും ഏറ്റവും ശോഭാ സുരേന്ദ്രനെ ഉപദ്രവിച്ച ആളായി എന്ന നിലയിൽ അവർ മുരളീധരനെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ ആലപ്പുഴ പെട്ടെന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. ഇന്നലെ വരെ കാണാത്ത ആലപ്പുഴയാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് വന്നതോടെ അവിടെയുള്ള BJPയിൽ മാത്രമല്ല സാധാരണ സ്ത്രീകൾക്കടക്കം അവർ വളരെയധികം താല്പര്യത്തോടു കൂടിയിട്ടാണ് ഈ ഇലക്ഷനെ കാണുന്നത്. കയർ തൊഴിലാളികളുടെ നാടായ സ്ത്രീകൾ ഏറ്റവും ജോലി ചെയ്യുന്ന കയർ തൊഴിലാളികളുള്ള അതേപോലെയുള്ള മേഖലകളെല്ലാം പ്രവർത്തിക്കുന്ന നാടാണ് ആലപ്പുഴ. അവിടെ ശോഭാ സുരേന്ദ്രനെ പോലെ പട്ടിണി കിടന്ന് അവിടെ അരച്ചാൺ വയറിന് വേണ്ടി പട്ടിണി കിടന്ന് ജീവിതം തുടങ്ങിയ ശോഭാ സുരേന്ദ്രൻ്റെ ആ കഥ കേട്ട് അറിയുന്ന ആളുകൾ സ്ത്രീകളെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന തീപ്പൊരി വനിതാ പ്രാസംഗികയെ കാത്തിരിക്കുകയാണ്. അവരുടെ സ്വന്തം നേതാവായി അവർക്ക് ജാതിയും മതവും രാഷ്ട്രീയ പാർട്ടി എന്താണെന്ന് നോക്കാതെ വരവേൽക്കുവാൻ. അതാണ് നമ്മളിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് കാണുന്നത്. അവിടെ എല്ലാത്ത പല സ്ഥലങ്ങളിലും ചുമരെഴുത്ത് തുടങ്ങിയിരിക്കുന്നു. അണികൾ ആവേശത്തോടെ ശോഭാ സുരേന്ദ്രനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ആരാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, കുട്ടിപ്രായത്ത് തന്നെ ബാലഗോകുലത്തിൽ വർക്ക് ചെയ്ത് അങ്ങനെ വളർന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശോഭാ സുരേന്ദ്രൻ. 12ാം വയസ്സിലാണ് ബാലഗോകുലത്തിലെത്തുന്നത്. പിന്നെ അങ്ങോട്ട് RSSലെത്തി, പിന്നീട് ABVPയിലെത്തി, പിന്നീട് യുവമോർച്ചയിലെത്തി, ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്. അങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ വളർന്നിട്ടുള്ളത്. 6 മക്കളാണ് അമ്മയ്ക്കുള്ളത്. അച്ഛന്മാർ നേരത്തെ മരിച്ചുപോയി. ആ സന്ദർഭത്തിൽ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് 6 മക്കളെ വളർത്തിയ അമ്മയാണ് ശോഭാ സുരേന്ദ്രന് മോഡൽ എന്ന് പറയാൻ പറ്റും. രാഷ്ട്രീയത്തിലെത്തിയ ശേഷം അവർക്ക് നേരിടേണ്ടി വന്ന തിക്താനുഭവങ്ങൾ, കഷ്ടപ്പാടുകൾ, വെട്ടിമാറ്റലുകൾ, അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയത് വിശ്വാസമാണ്. ഭാരതീയ ജനതാ പാർട്ടിയിലുള്ള വിശ്വാസം, RSSലുള്ള വിശ്വാസം, ഈ ഭാരതാമ്മയിലുള്ള വിശ്വാസം, ജനങ്ങളെ സേവിക്കുന്നതിലുള്ള വിശ്വാസം. അവർക്ക് രാഷ്ട്രീയത്തിലുപരി ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് പ്രധാനം. പിണറായി വിജയനെതിരെ ഇത്രയധികം ശക്തമായ ഭാഷയിൽ തീപ്പൊരി പ്രസംഗം നടത്തുന്ന മറ്റൊരു നേതാവും ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പിണറായി വിജയനെതിരെ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. AI ക്യാമറയിൽ പ്രത്യേകിച്ച് അവർ നടത്തിയിട്ടുള്ള ശക്തമായ നീക്കങ്ങൾ എല്ലാ മേഖലകളിലും അവർക്ക് വലിയ പിന്തുണയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, പിണറായി വിജയൻ്റെ മകൻ്റെ അമ്മായിച്ചന് വേണ്ടിയിട്ടാണ് AI ക്യാമറ ഉണ്ടാക്കിയതെന്നും അതിലെ ഒരു വലിയ ഓഹരി അമ്മായിച്ചനാണ് പോകുന്നത് എന്നുള്ള വിവരം പുറത്തുവിട്ടത് ആരാണ്? ശോഭാ സുരേന്ദ്രനാണ്. ഇവിടെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരും അതേപോലെയുള്ള ആളുകളെല്ലാം ഉണ്ടായിട്ടും ശോഭാ സുരേന്ദ്രന് വേണ്ടി വന്നു അങ്ങനെ കൃത്യമായി വിളിച്ചു പറയാൻ. എന്നാൽ അവർക്ക് പാർട്ടിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ല. പാർട്ടി അവരെ ഒറ്റപ്പെടുത്തുകയായിരുന്നു. അവർ ഇത്തരത്തിലുള്ള അഴിമതികൾ ശക്തമായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കന്മാർ കമാന്നുരക്ഷമിട്ടില്ല. കഴിഞ്ഞ തവണ കഴക്കൂട്ടത്ത് മത്സരിക്കുമ്പോൾ കഴക്കൂട്ടത്ത് അവരെ വെട്ടിമാറ്റാൻ ഏറ്റവും പ്രവർത്തിച്ചിട്ടുള്ളത് നമുക്കറിയാം V മുരളീധരനും K സുരേന്ദ്രനുമാണെന്ന് നമുക്കറിയാം. അതിൻ്റെ ഭാഗമായി ക്രൈമിൽ പോലും ചില വാർത്തകൾ കിട്ടിയിരുന്നു, ചില രേഖകൾ കിട്ടിയിരുന്നു. അത് വെച്ച് ഞങ്ങളും ചില വാർത്തകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് പഠിച്ചപ്പോഴാണ്
അവരെ വെട്ടിയൊതുക്കലിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം വാർത്തകളെല്ലാം അല്ലെങ്കിൽ അത്തരം ഓഡിയോകളോ ശബ്ദരേഖകളോ ഒക്കെ ക്രൈമിന് എത്തിച്ചത് എന്ന് മനസ്സിലായി. അവരെ എങ്ങനെയെങ്കിലും പറ്റിക്കുക, എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അത്തരം രേഖകളെല്ലാം ക്രൈമിന് എത്തിച്ചതെന്നത് BJP-യിൽ തന്നെ അവർക്ക് വലിയ തോതിലുള്ള എതിരാളികൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ്. അത് സത്യമാണ്, എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നീടാണ് ഞാൻ അവരെക്കുറിച്ച് കൂടെ പഠിക്കാൻ ശ്രമിച്ചത്. ആ പഠനത്തിൽ അവരെ പോലെ ഒരു ശക്തിയായ ഒരു വനിതാ രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഗൗരിയമ്മയെ പോലെ, അതേപോലെ തന്നെ സുശീല ഗോപാലിനെ പോലെ അത്രത്തോളം പാരമ്പര്യമില്ലെങ്കിലും അതേപോലെയുള്ള വീറും പോരാട്ടമുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി ഇറങ്ങിത്തിരിച്ചവൾ, പട്ടിണിയിലും ഉറച്ച തീരുമാനവുമായി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൾ, ആരോടും വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്നവൾ, അതിശക്തമായ ഭാഷയിൽ പ്രസംഗിക്കുന്നവൾ. അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലെത്തുമ്പോൾ തീർച്ചയായും അത് വലിയൊരു മാറ്റത്തിന് കാരണമായി തീരാം. അവരെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന ജനം അവരെ വിജയിപ്പിക്കാനും സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് ആലപ്പുഴയിൽ നിന്ന് കിട്ടുന്നത്. പട്ടിണിപ്പാവങ്ങളായ കരത്തൊഴിലാളികളുടെ നാടായ ആലപ്പുഴയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളോടൊപ്പമാണ് ശോഭാ സുരേന്ദ്രൻ. കരിമണൽ ലോബിക്കെതിരെയാണ് ശോഭാ സുരേന്ദ്രൻ. നമുക്ക് അറിയാം, ആറാട്ടുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് അരങ്ങേറുന്ന കരിമണൽ ഖനനം, അത് പിണറായി വിജയനാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് പുറത്തു വന്നു കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപയാണ് അതുവഴി പിണറായി വിജയൻ സമ്പാദിച്ചിട്ടുള്ളത്. അതിനെതിരെ BJP-യുടെ സമുന്നതരായ നേതാക്കന്മാർ മിണ്ടാതിരിക്കുമ്പോൾ ശോഭ അതിനെതിരെ പോരാടാൻ തന്നെ തയ്യാറായിട്ടാണ് രംഗപ്രവേശം ചെയ്യുന്നത്. നമുക്കറിയാം, കടൽ തീരമില്ലാത്തൊരവസ്ഥയിൽ കുട്ടനാട് തന്നെ കടലിനടിയിലായി തീരുമെന്ന ഭീകരമായ ഒരവസ്ഥയാണ് അവിടെയുള്ളത്. ആ പ്രദേശമടങ്ങുന്ന പ്രദേശമാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ പോകുന്നത്. അവർ ആ കരിമണൽ ഖനനത്തിനെതിരെ പ്രവർത്തിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ്, അനധികൃത ഖനനത്തിനെതിരെ പ്രവർത്തിക്കാൻ തയ്യാറായി തന്നെയാണ് അവർ രംഗപ്രവേശം ചെയ്യുന്നത് എന്നത് വ്യക്തമായി ക്രൈമിന് അറിയാം. അവർ ആലപ്പുഴയിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി തന്നെയാണ് ആലപ്പുഴയിലെത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അടുത്ത കാലത്ത് ജോയ് പറഞ്ഞൊരു സംഭാഷണമുണ്ട്. അതായത് വർക്കലയിൽ നിന്നുള്ള ഇത്തവണ ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന ജോയ്, അവർ മത്സരിച്ച ശേഷം മടങ്ങിപ്പോവുകയല്ല ചെയ്തത്. അവിടെ പാവപ്പെട്ട BJP വനിതാ പ്രവർത്തകരുടെ വീട്ടിൽ താമസിച്ച്, അവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചവരുടെ വീട്ടിലെല്ലാം താമസിച്ച് അവരോടൊപ്പം തന്നെ നിന്നുകൊണ്ടാണ് അവർ മടങ്ങിപ്പോയത്. ആറ്റിങ്ങലിൽ മത്സരിച്ച 2,80,000 വോട്ട് പിടിച്ചതിന് കാരണം അവർ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് എന്ന് ജോയ് പറഞ്ഞിട്ടുണ്ട്. ജോയിനെ പോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവ് അങ്ങനെ പറയുമ്പോൾ തീർച്ചയായും ആലപ്പുഴക്കാർക്ക് ശോഭാ സുരേന്ദ്രൻ വലിയൊരു നേട്ടമായി മാറും. ആലപ്പുഴയുടെ പുരോഗമനത്തിന് വേണ്ടി, ആലപ്പുഴയുടെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വലിയൊരു പോരാട്ട നായികയായി അവർ തീർച്ചയായും ആലപ്പുഴയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആലപ്പുഴയിൽ വലിയ പോരാട്ടം തന്നെ നമ്മൾ കാണാൻ പോവുകയാണ്. അവിടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആരിഫ് എന്ന് പറയുന്ന ഇപ്പോഴുള്ള MP-യെയാണ് CPM പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ സന്ദർഭത്തിൽ അതിവേഗത്തിലാണ് കത്തിപ്പടർന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു എന്നുള്ള കാര്യം പുറത്തു വന്നത്. ഇതൊരു പോരാട്ടം തന്നെയാണ്. ആ പോരാട്ടം ചെറിയൊരു പോരാട്ടമായി നമുക്ക് കാണാൻ പറ്റില്ല. ആറ്റിങ്ങലിൽ കണ്ട വലിയ പോരാട്ടം തന്നെയാണ്, അതിനേക്കാൾ വലിയ പോരാട്ടമാണ് നമുക്ക് ശോഭാ സുരേന്ദ്രനിലൂടെ ആലപ്പുഴ കാണാൻ പോകുന്നത്. നമുക്കറിയാം, രഞ്ജിത്ത് എന്ന് പറയുന്ന OBC-യുടെ നേതാവ്, അഡ്വക്കേറ്റായ നേതാവ് ആലപ്പുഴയിൽ വെച്ചാണ് വെട്ടി കൊല്ലപ്പെട്ടത്. ക്രൂരമായി കൊന്നത് പോപ്പുലർ ഫ്രണ്ടുകാരാണ്. മുസ്ലിം തീവ്രവാദത്തിന് അതിശക്തമായി CPM വേദിയൊരുക്കുമ്പോൾ അതിനെതിരെ ശക്തമായ രൂപത്തിൽ പോരാടാനും കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ എത്തുന്നത്. തീർച്ചയായും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള പോരാട്ടമായിരിക്കും ആലപ്പുഴയിൽ നിന്നുള്ളത് എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ പറ്റും. 2009 19,711 വോട്ട് നേടിയിട്ടുള്ള BJP 2014 43,051 വോട്ടാണ് നേടിയെങ്കിൽ 2019 1,87,729 വോട്ടാണ് BJP ആലപ്പുഴയിൽ നേടിയിട്ടുള്ളത്. അതായത് 10 വർഷം കൊണ്ട് 800% വോട്ട് വർധന നേടിയിട്ടുള്ള ആലപ്പുഴയിൽ അട്ടിമറികൾ നടക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അട്ടിമറികൾ നടക്കാനും സാധ്യതയുണ്ട്. കാരണം എന്നും CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായി ഇവിടെ കോൺഗ്രസ് ആണ് വിജയിച്ച് കയറാറുള്ളത്. ആ സ്ഥലത്ത് ശോഭാ സുരേന്ദ്രനെ പോലെ
കേരളത്തിൻ്റെ പൊൻപിലി ഇറങ്ങുമ്പോൾ തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, അട്ടിമറികൾ ഉണ്ടാകും. നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.